ഡാഷ, മിഗ്വൽ, ജോട്ട. ഡാഷയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമേ നമ്മളൊരു എനിമിയെ നോക്കി ചെയ്യുവാണെങ്കിൽ ഒരു ഹൈലൈറ്റ് മോഡിലോട്ട് നമ്മൾ മാറും. ആ മോഡിൽ വന്നു കഴിഞ്ഞാൽ ഫയറിംഗ് റേറ്റ് 18% കൂടും, മൂവ്മെൻറ്റ് സ്പീഡും 12% കൂടും. അത് പിന്നെ ക്രമാതീതമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് 6 സെക്കൻഡാണ് അതിൻ്റെ ടൈം പീരീഡ്. അപ്പോൾ അടുത്തടുത്ത് ഓരോ എനിമിയെയും നമുക്ക് പെട്ടെന്ന് കില്ല് ചെയ്യാനായിട്ട് ഈ ഡാഷ ക്യാരക്ടർ കൊണ്ട് സാധിക്കും. ഈ 6 സെക്കൻഡിനുള്ളിൽ വീണ്ടും അടുത്തൊരു എനിമിയെ നോക്കിയാൽ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റേറ്റ് ഓഫ് ഫയർ 4% കൂടും, മൂവ്മെൻറ്റ് സ്പീഡ് 3% കൂടെ കൂടും. അത് നമുക്ക് പിന്നെയും എനിമിയെ പെട്ടെന്ന് കില്ല് ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. പിന്നെ ജോട്ടയെ പറ്റി ഞങ്ങൾക്ക് അറിയായിരിക്കും. ഒരു എനിമിയെ ഹിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കുറച്ച് HP കിട്ടും. പിന്നെ ആ എനിമിയെ തന്നെ നോക്ക് ചെയ്യുവാണെങ്കിൽ 20% HP കൂടെ കിട്ടും. അതായത് നമുക്ക് അടുത്തടുത്ത് ഓരോ എനിമികൾ വരുമ്പോഴത്തേക്ക് ഹിറ്റ് ചെയ്ത് ലൈഫ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മിഗ്വൽ ക്യാരക്ടർ, അതായത് ഒരു എനിമിയെ നോക്കിയാൽ 200 EP കിട്ടും. എല്ലാവർക്കും അറിയായിരിക്കും ഓറിയൻ ക്യാരക്ടർ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് മിനിമം 150 EP വേണം. അതുകൊണ്ടാണ് മിഗ്വൽ ക്യാരക്ടർ ഇടണമെന്ന് ഞാൻ പറയുന്നത്. അതായത് CS ലും BL ലും ഉറപ്പായിട്ടും മിഗ്വൽ ക്യാരക്ടർ ഇട്ടിരിക്കണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോൾ തന്നെ ഡാഷയുടെ പവർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഭയങ്കര റേറ്റ് ഓഫ് ഫയർ ആണ്. അതാണ് രണ്ടാമത്തെ എനിമിയെ നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്ക് ചെയ്യാൻ കാര്യം. മാത്രമല്ല ഒന്നിക്കുള്ള എനിമിയായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജോട്ട ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ഒരു എനിമിയെ നോക്ക് ചെയ്യുമ്പോൾ തന്നെ HP കൂടിക്കൊണ്ടിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ HP ഓട്ടോമാറ്റിക്കലി ഈ എനിമിയുടെ ഡാമേജ് കൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ലൈഫ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ജോട്ട ക്യാരക്ടർ ഇടാൻ പറയാൻ കാര്യം. പിന്നെ അതുപോലെ തന്നെ മിഗ്വൽ ക്യാരക്ടർ ഇടുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു എനിമിയെ നോക്ക് ചെയ്യുമ്പോൾ തന്നെ 200 EP കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ഓറിയൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്യാനുള്ള EPയും കിട്ടും. അതുകൊണ്ടാണ് ഈ 3 ക്യാരക്ടർ കോമ്പിനേഷൻസും ഓറിയൻ്റെ കൂടെ ഞാൻ CS ഇടണമെന്ന് പറയാൻ കാര്യം. ഇനി നമുക്ക് BR ൽ ഓറിയോണിന് പറ്റിയ ക്യാരക്ടർ കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്ന ഓറിയോൻ്റെ കൂടെ ഷിരോയും, മിഗ്വൽ, നൈറി. ഷിരോയുടെ അബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എനിമി 100 മീറ്റർ ചുറ്റളവിൽ നിന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനിമിയുടെ ലൊക്കേഷൻ കിട്ടും. കാരണം എനിമിയുടെ തലയ്ക്ക് മുകളിലൊരു പിങ്ക് കളറിലൊരു ആരോ കിട്ടും. അപ്പോൾ ടീംമേറ്റ്സിന് മൊത്തം ഷെയർ ആവും. അതുകൊണ്ട് തന്നെ എനിമി എവിടെ നിന്നാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് നൈറിയുടെ ഗുണങ്ങൾ എന്താണെന്നുള്ള ഞാൻ വീഡിയോ ആയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് വേണ്ടവർ കാണുക. ഈ ഒരു ഗെയിം പ്ലേ കണ്ടു നോക്കുക. ഇപ്പോൾ സോൺ ഷ്രിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് കയറി വന്നപ്പോഴത്തേക്ക് ഒരു എനിമി നമ്മൾ അറ്റാക്ക് ചെയ്തു. ഇപ്പോൾ ഷിരോ കളണ്ടാണ് ആ എനിമിയുടെ തലയ്ക്ക് മുകളിൽ ഒരു പിങ്ക് ആരോ കാണുന്നത്.